സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്തെത്തിയപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഉച്ചഭക്ഷണത്തിലെ പായസത്തിനൊപ്പം ബോളി ഉണ്ടാകുമോ എന്നത്. തിരുവനന്തപുരത്തുകാർക്ക് മാത്രം അവകാശപ്പെട്ടതാണോ ഈ പായസവും ബോളിയും? അങ്ങനെ അല്ല എന്നാണ് കൊച്ചിക്കാരിപ്പോൾ പറയുന്നത്. കൊച്ചിയിലെ നല്ല ഒന്നാം തരം പായസവും ബോളിയും ലഭിക്കുന്ന ഒരു കടയിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ ഇനി പോകുന്നത്. തിരക്കേറിയ നഗരം, അതാണ് നമ്മുടെ കൊച്ചി നഗരം. രാവിലെ കുറേയധികം തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഒന്ന് മനസ്സ് റിഫ്രഷ് ആക്കാൻ വന്ന് ഇരിക്കുന്ന സ്ഥലമാണ് ഈ മറൈൻ ഡ്രൈവും സുഭാഷ് പാർക്കുമൊക്കെ. ഇത് തൊട്ടടുത്തായിട്ട് ഒരുപാട് ഫുഡ് സ്പോട്ടുകളുമുണ്ട്. ഇന്ന് നമ്മൾ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്ന ഒരു പായസ കടയിലേക്കാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. സാധാരണ തിരുവനന്തപുരംകാരാണ് അവകാശപ്പെടാറുള്ളത് പായസവും ബോളിയും ഒക്കെ അവരുടെ സ്വന്തമാണെന്ന്. പക്ഷെ അങ്ങനല്ല എന്ന് തെളിയിക്കുന്ന ഒരു കടയുണ്ട്. അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ പോയി നോക്കിയാലോ? അപ്പോൾ എന്തായാലും തുടക്കത്തിൽ സൂചിപ്പിച്ച പോലുള്ള ആ കട ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിന് തൊട്ടടുത്താണ് ഈ കട, തിരുമേനീസ് പായസം. അപ്പം ഈ കടയിൽ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് കിട്ടും. 365 ദിവസവും ഓപ്പൺ ആയിരിക്കുന്നു. അൺലിമിറ്റഡ് ആയിട്ടുള്ള പായസം എന്നാണ് ഈ കടയുടെ പ്രത്യേകത. അപ്പോൾ എന്തായാലും ഒന്ന് രുചിച്ച് നോക്കാം, അറിഞ്ഞു നോക്കാം. കൊച്ചിയുടെ ഹൃദയഭാഗത്ത് ഈ കടയുടെ ശില്പി ഈ ചേട്ടനാണ്, തിരുമേനി ചേട്ടൻ. തിരുമേനി ചേട്ടൻ വഴിയാണ് ഈ കടയുടെ പേര് തിരുമേനീസ് എന്നായത്. യഥാർത്ഥ പേര് സുരേഷ് കുമാർ എന്നാണ്. അപ്പം സുരേഷ് കുമാർ ഏട്ടനോട് തന്നെ ചോദിക്കാം, ഇവിടെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിഭവങ്ങൾ, ഇവിടെ ആരൊക്കെയാണ് എത്തുന്നത്, പ്രത്യേകതകളൊക്കെ. സന്തോഷ് കുമാറാണ്. പാലട, പരിപ്പ്, അട, ഗോതമ്പ്, മാമ്പഴം, ചക്ക, മുളയരി, ഇളനീര്, ഇതൊക്കെയാണ് നമ്മുടെ പ്രധാന ബ്രാൻഡ് നെയിം. നമ്മുടെ സാധാരണ ഐറ്റം പാലട, പരിപ്പ്, അട, ഗോതമ്പ് ആണ്. സ്പെഷ്യൽ വെറൈറ്റിയാണ് പാലട, പാൽപ്പായസം, പഴം, മുളയരി, മാമ്പഴം. രാവിലെ ഞങ്ങൾ ഒരു 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും കിച്ചണിൽ. തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ 9 മണിക്ക് അത് ഫിനിഷിങ് ആക്കും. 3 ഔട്ട്ലെറ്റ് ഉണ്ട്. ഹെഡ് ഓഫീസ് ഇത് ദർബാർ ഗ്രൗണ്ടിൽ, പിന്നെ ഫ്രാഞ്ചൈസി മറ്റേ തോപ്പുംപടിയിൽ പാരി ജംഗ്ഷൻ, പിന്നെ നമ്മുടെ കിച്ചണിലൊരു ഫ്രാഞ്ചൈസി ഉണ്ട്. അതിൽ രാവിലെ സ്റ്റാർട്ട് ചെയ്യും 9 തൊട്ട് 8 മണി വരെ. തോപ്പുംപടിയിലുള്ളത് 11 മണി തൊട്ട് 12 മണി വരെ രാത്രി. പല ഫിലിം സ്റ്റാറുകളും മേക്കപ്പ് മാന്മാരും പല ഡിവിഷനിലുള്ള പല ആൾക്കാരും, പിന്നെ ഗവൺമെൻറ് ജോബുകൾ, വക്കീലന്മാർ, ഡോക്ടേഴ്സ്, ഇവിടെ DM ഓഫീസിലെ കുറേ ഡോക്ടേഴ്സൊക്കെ ഇവിടെ വരാറുണ്ട്. ഈ പായസത്തിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആകർഷണമാണ് ഈ ബോളി. അപ്പോൾ അതിൻ്റെ ഒരു ഓഫറൊക്കെ ഉണ്ട് ഇപ്പം. അപ്പോൾ അതും തേടി കുറേ ആളുകൾ ഇവിടെ എത്തുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ തിരുവനന്തപുരത്ത് കുറേ ട്രാവൽ ചെയ്ത സമയത്ത് അവിടെ നിന്നാണ് നമുക്ക് ബോളി ഇൻസ്പയർഡ് ആയത്. അതുകൊണ്ട് തുടക്കകാലത്തിൽ എറണാകുളത്ത് ബോളി കൊണ്ടുവന്ന ആദ്യത്തെ കുറച്ച് കടകളിലൊന്നാണ് നമ്മൾ തിരുമേനീസ് പായസം. അതിന് നല്ല രീതിക്ക് ഇവിടുത്തെ ആളുകൾ നല്ല റെസ്പോൺസ് തരുന്നുണ്ട്. അത് തേടി വിളിച്ച് ചോദിച്ചിട്ട് അന്വേഷിച്ച് വന്ന് വാങ്ങിപ്പോകുന്നവരുണ്ട്. ഡെയിലി നമുക്ക് സ്പെഷ്യൽ പായസങ്ങൾ നമ്മൾ ഓരോ തിരക്കനുസരിച്ചിട്ടാണ്. ഇപ്പോൾ അവൈലബിലിറ്റി ചിലപ്പോൾ 2-3 സ്പെഷ്യലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇങ്ങനെ മാറി മാറി വരും. അതല്ലാതെ ഇപ്പോൾ ഫെസ്റ്റീവ് ഡേയ്സിനൊക്കെ ആണെങ്കിൽ എല്ലാ ഐറ്റംസും ഒരുമിച്ച് ഉണ്ടാവും. പിന്നെ ഓരോ ആളുകളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമ്മൾ അത് ചെയ്തു കൊടുക്കുകയും ചെയ്യും. എന്തായാലും തിരുമേനിച്ചേട്ടൻ്റെ ബോളിക്കും പായസത്തിനും ഒരുപാട് പേരാണ് ഇവിടെ എത്തുന്നത്. എന്തായാലും ഇവിടെ വന്ന് നിൽക്കുന്നവരൊക്കെ ഭയങ്കര അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ കൂടുതൽ അഭിപ്രായങ്ങൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഉള്ള അടിപൊളി പായസം വരാറുണ്ട് ഫാമിലിയായിട്ട് വരാറുണ്ട്. നല്ല പായസം, അടപ്രഥമൻ നല്ലതാണ്. ഇല്ല, ഇത് ഫസ്റ്റ് ടൈമാണ്. ഇതാണ് പാലടയും ബോളിയാണ്. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം വന്നത്. പാലടയും ബോളിയാണ് ഞാൻ നേരത്തെ കഴിച്ചത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ വന്നു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടാണ് 2ാമതും വന്നിരിക്കുന്നത്.
ഞങ്ങൾ ഫാമിലിയിട്ട് എല്ലാവരും അച്ഛനും അമ്മയൊക്കെയാണ് വന്നത്. ഇപ്പോൾ വൈഫും കൊച്ചായിട്ടാണ് വന്നത്. അടിപൊളി പായസം ആദ്യമായിട്ട് വരികയാണ്. നല്ല പായസമാണ്. സൂപ്പർ പായസമാണ്. നല്ല ഞാനിവിടെ ഓണത്തിന് വന്നാൽ ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ പായസം കുടിക്കാറുണ്ട്. നല്ല പായസം ഇവിടെ എപ്പോഴും ചൂട് ഫ്രഷ് സാധനമായിരിക്കും. പായസം നല്ല പായസമാണ്. കൊള്ളാം, അടിപൊളിയാണ്. ഞാൻ കുടിച്ചിട്ടുണ്ട്. വന്നിട്ടുണ്ട്. വരാറുണ്ട്. എനിക്ക് പാലട പായസം ഇഷ്ടം. ചേട്ടാ ഒരു ബോളി. പാലട, അടപ്രഥമൻ, ഗോതമ്പ് പായസം, ചക്കപ്പായസം തുടങ്ങിയ ഒരു പറ്റ വിഭവങ്ങളുണ്ട്. ഞാൻ എന്തായാലും ഓർഡർ ചെയ്ത് പാലടയാണ്. എന്തായാലും അടിപൊളി, ഒരു രക്ഷയില്ല. ഇവിടെ എത്തുന്നവർ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ എറണാകുളത്തൂടെ പോകുന്നവരൊക്കെ ഇതൊന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവാം. ക്യാമറാമാൻ മാഹിൻ ജാഫറിനൊപ്പം YS അഭിനന്ദ്, 24 കൊച്ചി.